ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ 65 ബിരിയാണിയാണ്. ഈ ഒരു ബിരിയാണി സാധാരണ ബിരിയാണി പോലെയല്ല, ഇതിൻ്റെ റൈസിനൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ചിക്കൻ 65ൻ്റെ ആ ഒരു രുചിയും ഈ ഒരു റൈസും ഒക്കെ കൂടി ആകുമ്പോൾ പ്രത്യേക രുചിയുള്ളൊരു ബിരിയാണിയാണിത്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ സെയിം ടേസ്റ്റിലുള്ള ഈ ഒരു ചിക്കൻ 65 ബിരിയാണി നമുക്കൊന്ന് റെഡിയാക്കി നോക്കാം. അപ്പോൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ പീസുകൾ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയുള്ള പീസുകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ എല്ലില്ലാത്ത പീസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മസാല പൊടികളായിട്ട് ഇതിലേക്ക് 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. വലിയ ചെറുനാരങ്ങയൊക്കെ ആണെങ്കിൽ ഒരു പകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദ മാവും 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 1 കിലോ ചിക്കൻ 65ൻ്റെ അളവാണ് കാണിക്കുന്നത്. നിങ്ങളിതിൽ കൂടുതൽ ക്വാണ്ടിറ്റി റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡബിളോ അല്ലെങ്കിൽ അതിൻ്റെ പകുതിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിന് കണക്കായിട്ട് തന്നെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കമ്പൈനായി വരുന്ന വിധത്തിൽ നല്ലവണ്ണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. കൈവച്ച് തന്നെ മാരിനേറ്റ് ചെയ്തെടുക്കാവും കൂടുതൽ നന്നാവുക. അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ഇതാ ഈ ഒരു ചിക്കൻ എല്ലാം ഞാനിവിടെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചിക്കൻ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയുടെ റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നേരത്തെ തന്നെ 1 കിലോ ബസ്മതി റൈസ് നല്ലവണ്ണം കഴുകി നിറയെ വെള്ളം ഒഴിച്ച് കുതിരാനായി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇനി ഒരു പാത്രത്തിൽ നിറയെ വെള്ളം ഒഴിച്ച് വെള്ളം നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ബേ ലീഫും 5-8 ഏലക്കാഴയും 2 കഷ്ണം പട്ടയും 4 ഗ്രാമ്പുവും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും അല്പം ഓയിലും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ കഴുകി കുതിരാനായി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് അതിലെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ജീരകം ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകവും ആവശ്യത്തിന് ഉപ്പും 1 ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു പാത്രം അടച്ചു വെച്ച് 20 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ റൈസ് ഒരു 70-75% കുക്കായി കിട്ടിയാൽ മതിയാകും. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു റൈസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ
70-75% കുക്കായി കിട്ടിയിട്ടുണ്ട്. തൊട്ട് നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അത്രയും മതിയാകും. ബാക്കി നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് കുക്കായി കിട്ടും. ഇനി ഈ ഒരു റൈസ് വെള്ളത്തിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് ഈ ഒരു പാത്രം നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഓയിലിൽ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കും, അതേപോലെ തന്നെ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കും. അതേപോലെ തന്നെ ഈ ഒരു ഓയിൽ തന്നെയാണ് നമ്മൾ മസാലയും റെഡിയാക്കി എടുക്കുക. അപ്പോൾ കുറച്ചധികം തന്നെ ഓയിൽ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സവാള നൈസായിട്ട് കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു സവാള ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ സവാള ഇവിടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനിയിപ്പോൾ ഈ ഒരു എണ്ണയിലേക്ക് ഒരു 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളെ ഉണ്ട പച്ചമുളക് ഉണ്ടല്ലോ, റൗണ്ട്, ആ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം നമ്മുടെ പച്ചമുളകും കറിവേപ്പിലും ഒക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനിയിപ്പോൾ ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളെല്ലാം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ പീസുകളെല്ലാം ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ്റെ ഒരു ഭാഗം നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ എല്ലാം ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റിയ ശേഷം ബാക്കിയുള്ള ചിക്കന് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് പാത്രം നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലിൽ നിന്നും ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഓയിലും എണ്ണയും ഒക്കെ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 4 സവാള കനം കുറഞ്ഞരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 4 മീഡിയം സൈസ് സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലിയ സവാളയൊക്കെ ആണെങ്കിൽ 3 സവാളയൊക്കെ മതിയാകും. അപ്പോൾ ഇതാ ഇനി ഇത് സവാള നല്ലവണ്ണം വയന്ന് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സാക്കി ഈ സവാള നല്ല സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സവാള നല്ലവണ്ണം സോഫ്റ്റായി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം.
അപ്പം നമ്മുടെ സവാള നല്ലവണ്ണം സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സവാളയുടെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാകും. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു മിനിറ്റ് നേരമൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് 3 വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 1 പിഞ്ച് റെഡ് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് കളർ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയ ശേഷം നമ്മുടെ മസാലപ്പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇതാ ഈ ഒരു മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്ത ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളെല്ലാം ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസുകൾ മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. കുറച്ച് ചിക്കൻ പീസുകൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണി സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ പീസുകൾ കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പം റെഡ് ചില്ലി സോസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബിരിയാണി നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല റൈസ് വെച്ചിട്ടും റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ റൈസ് മുഴുവനും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൈസ് നമുക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് പാലിലേക്ക് 2-3 പിഞ്ച് യെല്ലോ ഫുഡ് കളർ കൂടി മിക്സാക്കിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മിക്സിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണ് റോസ് വാട്ടർ കൂടി മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മിക്സ് ഈ ഒരു റൈസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ ഗീ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ഗീ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും.
ഇനി ഈ ഒരു പാത്രം അടച്ചു വെച്ച് ഈ പാത്രത്തിന്റെ ലിഡിന്റെ മുകളിൽ ഇതുപോലെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുത്ത ശേഷം ഈ ഒരു പാത്രം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ 20 മിനിറ്റിന് ശേഷം ഞാനിവിടെ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പാത്രം ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതിന് ഒരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും. അപ്പം നമ്മുടെ ചിക്കൻ 65 ബിരിയാണി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് സെർവ് ചെയ്തെടുക്കാം. ഇപ്പൊ ഈ ഒരു ചിക്കൻ 65 ബിരിയാണി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ സെയിം ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ 65 ബിരിയാണിയാണിത്. അതേപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുകൂടാതെ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയത് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നമ്മൾ പലതരം ബിരിയാണികൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ലൊരു ഫ്ലേവർ ഉള്ളൊരു റൈസാണിത്. അതേപോലെ തന്നെ ചിക്കൻ 65 ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ കുറവായിരിക്കും. അപ്പം ചിക്കൻ 65 ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു ബിരിയാണി ഞാനിവിടെ സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രൈ ചെയ്ത സവാളയും പച്ചമുളകും കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.